എല്ലാവർക്കും വന്ദനം. ഈ മനോഹരമായ ദിവസം തന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് എലക്ഷൻ ദിവസമാണ്. ഇന്ന് രാവിലെ മുതൽ എല്ലാവരും അവധിയാണ്. വളരെ തിരക്കുള്ള ദിവസമാണ്. ക്യൂ നിന്ന് വോട്ട് ചെയ്ത് വിരലിൽ ഒരു മഷി അടയാളമൊക്കെ ആയിട്ട് വീടുകളിലേക്ക് വരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലായിടത്തും സമാധാനമുണ്ടാകട്ടെ. ഒരു വഴക്കോ അങ്ങനെയുള്ള യാതൊരു അനർത്ഥങ്ങളോ ഉണ്ടാകാതെ, ചതിയോ വഞ്ചനയില്ലാതെ നീതിയുള്ള ഒരു എലക്ഷനായി ഈ എലക്ഷൻ തീരട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ പോകുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വഴിയിൽ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് സൂക്ഷിക്കും. ഇന്ന് എലക്ഷൻ പ്രമാണിച്ച് ചർച്ചിലെ ഉപവാസ പ്രാർത്ഥന നാളത്തേക്ക് മാറ്റിവെച്ചു. ചർച്ചിലെ ഉപവാസ പ്രാർത്ഥന ഇന്നല്ല, നാളെ രാവിലെ 10:30 ഇത് എല്ലാവരും ഓർത്തിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ കപ്പലുകളും തുറമുഖത്ത് വളരെ സുരക്ഷിതമുള്ളതാണ്. ഏറ്റവും സുരക്ഷിതത്വം കപ്പലുകൾക്കുണ്ടാകുന്നത് തുറമുഖത്താണ്. എന്നാൽ കപ്പലുണ്ടാക്കുന്നത് തുറമുഖത്ത് കിടക്കാനല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു വാക്കാണ്. എല്ലാ കപ്പലുകൾക്കും തുറമുഖത്ത് കിടന്നാൽ വളരെ സുരക്ഷിതത്വമുണ്ട്. എന്നാൽ കപ്പലുണ്ടാക്കിയിരിക്കുന്നത് തുറമുഖത്ത് കിടക്കാനല്ല, ഒരു തുറമുഖത്ത് നിന്ന് അനേക തുറമുഖങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു വലിയ നീണ്ട യാത്രയാണ് കപ്പലുകൾക്കുള്ളത്. ഇതുപോലെ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നിങ്ങൾ ഇന്നായിരിക്കുന്ന നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ ഒത്തിരി യാത്ര ചെയ്യാനുള്ളവരാണ്. ഇന്നായിരിക്കുന്ന സ്ഥലം എനിക്കറിയാവുന്ന പലരുണ്ട്. ഈ അപ്പനും അമ്മയും വളരെ ഓമനിച്ച്, എൻ്റെ മോൻ അങ്ങോട്ട് പോകണ്ട, ആ ജോലി ചെയ്യണ്ട. പട്ടാളത്തിൽ ഞാനൊക്കെ ചെറുതായിരിക്കുന്ന കാലത്ത് എനിക്ക് എയർഫോഴ്സിൽ ജോലി കിട്ടി. എന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ല. എൻ്റെ കുഞ്ഞ് പോകണ്ട, തോക്കും പിടിച്ചുകൊണ്ട് ഓടണ്ടേ, അങ്ങനെ പോകണ്ട. എനിക്ക് വളരെ എളുപ്പമായിട്ട് ഹൈറ്റ് 6 അടി 1 ഇഞ്ചുണ്ട്, സ്പോർട്സിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളുമുണ്ട്, വോളിബോൾ നന്നായി കളിക്കുന്ന ഒരു സീസണാണ് എയർഫോഴ്സിൽ വെറുതെ കിട്ടി. 10ാം ക്ലാസ് പാസ്സായപ്പോൾ എയർഫോഴ്സിൽ കിട്ടി. ഉടനെ വീട്ടിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ വിടത്തില്ല. എന്തൊരു എളുപ്പമായിരുന്നു അത് പറയാൻ. എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെടരുത്. കംഫർട്ട് സോൺ, മാതാപിതാക്കളുടെ അറിവില്ലായ്മകൾ നിമിത്തമുണ്ടാകുന്ന അവരുണ്ടാക്കുന്ന കുറെ കംഫർട്ട് സോണുകളുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഭാവി മറ്റൊരാളുടെ വാക്ക് വെച്ച് ഇല്ലാതെയാക്കരുത്. നിങ്ങളുടെ പഠനം, നിങ്ങളുടെ കഠിനാധ്വാനം എല്ലാം അതിനുവേണ്ടി തന്നെയാണ് നിങ്ങളെ കർത്താവ് ഈ ഭൂമിയിലേക്ക് അയച്ചത്. നിങ്ങൾ തുറമുഖത്ത് സുരക്ഷിതമായി കംഫർട്ട് സോണിൽ കിടക്കാനുള്ളതല്ല. നിങ്ങൾക്ക് ദൂരെ യാത്രയുണ്ട്. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? നിനക്ക് ദൂരെ യാത്രയുണ്ട്. അതായത് ഏലിയാവ് പറയുകയാണ് 1 രാജാക്കന്മാർ 19 ദൈവമേ, മരിച്ചാൽ മതി. വാസ്തവത്തിൽ മരണം വലിയ കാര്യമല്ല, അത് കംഫർട്ട് സോണാണ്. കർത്താവിന് വേണ്ടി മരിക്കാൻ ഒത്തിരി പേര് പറയും, ഞാൻ കർത്താവിന് വേണ്ടി മരിക്കും. കർത്താവിന് വേണ്ടി മരിക്കാൻ എത്ര നേരം വേണം? 1-2 മിനിറ്റിനുള്ളിൽ മരണം നടക്കും. എന്നാൽ കർത്താവിന് വേണ്ടി ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. കർത്താവിന് വേണ്ടി മരിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ കർത്താവിന് വേണ്ടി ജീവൻ വെച്ചിടും. ജീവൻ കർത്താവിന് വേണ്ടി വെക്കുന്നതിന് മുമ്പ് കർത്താവിന് വേണ്ടി ഒന്ന് ജീവിക്ക്. കുറേ കാലം ജീവിച്ചിട്ട് ജീവൻ വെക്ക്. കർത്താവിന് വേണ്ടി ജീവിക്കാനാണ് ആൾക്കാർ വേണ്ടത്. ജീവിച്ചിട്ട് ആണ് അപ്പോസ്തലന്മാർ രക്തസാക്ഷികളായത്. ഏറ്റവും ഒടുവിൽ
പൗലോസ്, പത്രോസ് എല്ലാം വാർദ്ധക്യത്തിലാണ് രക്തസാക്ഷികളായത്. അല്ലാതെ പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ രക്തസാക്ഷിയായില്ല. അവരെല്ലാം വളരെ വാർദ്ധക്യത്തിലാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത്. ആ സമയത്ത് രക്തസാക്ഷിയായെന്ന് കരുതി കുഴപ്പമില്ല. നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് രക്തസാക്ഷിയാകണം. അപ്പോൾ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകൂ എന്ന വാക്കിൽ അതിനകത്തുണ്ട് മാർട്ടിയറോ, അതായത് രക്തസാക്ഷികൾ. ആ ഒടുവിലത്തെ എല്ലാ വേലയും തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കപ്പൽ ഒത്തിരി ആയിരക്കണക്കിന് തുറമുഖത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഒടുവിൽ ഇതിനെ കണ്ടം ചെയ്താൽ കുഴപ്പമില്ല. എന്നാൽ ഇത് ആരംഭിച്ച തുറമുഖത്ത് തന്നെ തീരുക എന്നുള്ളത് അത് ഭയങ്കര അപകടമാണ്. ആരോടൊക്കെയോ ദൈവം ഇടപെടുന്നു. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വാ. അമ്മ ജോലിക്ക് പോകുന്നു, അപ്പൻ ജോലിക്ക് പോകുന്നു, രാവിലെ തൊട്ട് വൈകിട്ട് വരെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, വീഡിയോ ഗെയിം അതിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കംഫർട്ട് സോണിൽ നിങ്ങളുടെ ഓരോ പ്രായത്തിലും മുന്നേറേണ്ട മുന്നേറ്റങ്ങളുണ്ട്. അത് മുന്നേറുക. അതിനാണ് കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ ആരാകുമെന്ന് നിങ്ങളുടെ ഈ ദിവസങ്ങളിലെ ഇപ്പോഴത്തെ പ്രവൃത്തി കാണുമ്പോൾ അറിയാം. നിങ്ങൾ ഇപ്പോഴത്തെ പ്രവൃത്തി, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് എന്നോട് പറ. നിങ്ങൾ ആരാകുമെന്ന് നിങ്ങളോട് പറയാൻ എളുപ്പമാണ്. അല്ലാതെ മാതാപിതാക്കളെ, പ്രായമായിട്ട് മാതാപിതാക്കളെ ആശ്രയിച്ച് വീട്ടിൽ ഒരു ജോലിയും ചെയ്യില്ല. മാതാപിതാക്കൾ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പാസ്റ്ററെ 25 വയസ്സായി, പെങ്കൊച്ച് ഒരു പണിയും വീട്ടിൽ ചെയ്യില്ല. 28 വയസ്സായി, 30 വയസ്സായി, ഈ ചെറുക്കൻ ഒരു കാര്യവും വീട്ടിൽ ചെയ്യില്ല. അയ്യോ, എന്തൊരു ജീവിതമാണ്. പണ്ട് കൂട്ടുകാരുടെ കൂടെ പോകുമെന്ന് പറയും, ഇപ്പം അതും ഇല്ല. എല്ലാം മൊബൈലിൽ കൂടിയാണ്. എന്തൊരു അപകടമാണ്. നിങ്ങൾ നിങ്ങളുടെ വീടിനെ സഹായിക്കുന്നുണ്ടോ? നിങ്ങൾ വീടിന് വേണ്ടി എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാവിയിൽ ഒരു വീട് പണിയാൻ നിങ്ങൾ ഒരുങ്ങുകയാണ്. ഒരു വലിയ ഭവനത്തിൻ്റെ പണി നിങ്ങളിലൂടെ നിങ്ങളുടെ പ്രായത്തിൽ നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൂട്ടുകുടുംബത്തിലൊരു പണി നടത്തണം. വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണം. ഇന്ന് പലരോടും ഇത് കർത്താവ് സംസാരിക്കാൻ പറഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തു വരിക. ഇന്ന് നമ്മൾ റോമാലേഖനം 3:27 വാക്യമാണ് വായിക്കുന്നത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏതു മാർഗത്തിൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താലത്രേ. അതായത് നമ്മുടെ പ്രശംസകളെല്ലാം പോയി. ഞാൻ ചെയ്തിട്ടാണ് ഇതെല്ലാം നടന്നത്, ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, അങ്ങനെയാണ് മറുപടി കിട്ടിയത്, ഞാൻ വളരെ നല്ലവനായി കഷ്ടപ്പെട്ട് കുടുംബം നോക്കി, അങ്ങനെയാണ് ഞാൻ നീതിമാനായത്, ഞാൻ ദൈവത്തിന് വേണ്ടി നല്ലവനായി ജീവിച്ചു, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ മാന്യതയുണ്ടായത്, ഞാൻ ഉപവസിച്ചു, ഞാൻ സഭയ്ക്ക് വേണ്ടി നിന്നു. ഒരു പ്രശംസയും ഇല്ല. എല്ലാം പോയെന്നു. പ്രശംസിക്കാൻ യേശുവിലല്ലാതെ, കർത്താവിലല്ലാതെ നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. യേശുവാണ് എൻ്റെ പ്രശംസ. യേശു എന്നെ വിടുവിച്ചു, യേശു എന്നെ രക്ഷിച്ചു, യേശു എന്നെ അഭിഷേകം ചെയ്തു. യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് എനിക്കൊരു ജീവിതമുണ്ടായി. ആ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്താലും അത് എൻ്റെ പ്രശംസയല്ല, അതെല്ലാം കർത്താവിൻ്റെ പ്രശംസയാണ്. ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ്. അതുകൊണ്ട് പ്രശംസ എവിടെ? അത് പോയി. കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ടാണ് ഈ അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന
അവൻ്റെ ആളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവർക്കാണ് ഈ അനുഗ്രഹങ്ങൾ വ്യാപരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കാണ് സൗഖ്യം വ്യാപരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടി കൈവച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടായത് കൊണ്ടാണ് പട്ടണത്തിലൊരു സഭയുള്ളത്. ഞങ്ങൾ കൊടുത്തില്ലായിരുന്നെങ്കിൽ സഭ ഇന്ന് കാണത്തില്ലായിരുന്നു. ചോദ്യം, നിങ്ങൾ കൊടുക്കാൻ നിങ്ങളെങ്ങനെ ഉണ്ടായി? പണ്ട് ചത്തുപോകും എന്ന് പറഞ്ഞതല്ലേ? ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞതല്ലേ? പണ്ടേ പല അപകടത്തിൽ പെട്ടതല്ലേ? അതിൽ നിന്നെല്ലാം വിടുവിച്ച്, ആത്മഹത്യ ചിന്തയിൽ നിന്ന് വിടുവിച്ച്, മരണത്തിൽ നിന്ന് പലവട്ടം വിടുവിച്ച് കൃപയിൽ നിർത്തിയപ്പോൾ കർത്താവിൻ്റെ വേലക്ക് കൊടുക്കുന്നതാണ് ഇപ്പോൾ വലിയതായിട്ട് പറയുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ മണിക്കൂർ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ കൃപയുണ്ട്. കൃപ തന്നതാരാ? കൃപയാലാണ് വിശ്വാസമുള്ളത്. അതുകൊണ്ട് പ്രശംസ മുഴുവനും പോയി. കർമ്മമാർഗത്താലല്ല, ഞാൻ ചെയ്ത പ്രവർത്തികളാലല്ല, വിശ്വാസത്താൽ. ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് ആ പ്രശംസ എനിക്കല്ല, അതിനുവേണ്ടി ഒരുവൻ ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് വില കെട്ടിവെച്ചു. ആ ക്രിസ്തുവിലാണ് എല്ലാ പ്രശംസയും. ചെയ്യേണ്ടത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ പ്രശംസിക്കാം, കർത്താവിനെ പുകഴ്ത്താം. ഈ വ്യാഴാഴ്ച ദിവസം നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തി മുന്നേറാൻ യേശു കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ വ്യക്തികളും ഞങ്ങളെല്ലാം സ്വപ്രശംസ ഏറ്റെടുക്കുന്നവരാണ്. എന്ത് ചെയ്താലും ഞങ്ങൾക്കൊരു ലൈക്ക് കിട്ടാനും ഞങ്ങൾക്കൊരു പേര് കിട്ടാനും ഒക്കെ ഞങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്രശംസ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ കർത്താവേ, അങ്ങ് ക്രൂശിൽ ജീവനെ തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലൊരു ജീവിതം ഉണ്ടാകത്തേയില്ലായിരുന്നു. യേശുവേ, എല്ലാറ്റിനായിട്ടും നന്ദി. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതം തന്നതിനായി നന്ദി. ഈ കേൾക്കുന്ന എല്ലാവർക്കും ഈ ജ്ഞാനം, ഈ വിവേകം ഉണ്ടാകട്ടെ. ആരും സ്വന്തം കർമ്മമാർഗത്തിൽ പ്രശംസിക്കുന്നവരായി തീരരുതേ. വിശ്വസിച്ചതുകൊണ്ട് ലഭിച്ച ഈ അനുഗ്രഹങ്ങളിൽ കർത്താവിന് നന്ദി പറയുന്ന ഒരു നല്ല ഹൃദയമുണ്ടാകട്ടെ. ഈ അവധിക്കാലം വലിയ അനുഗ്രഹമാകട്ടെ. ഇന്ന് നടക്കുന്ന എലക്ഷൻ ഏറ്റവും സമാധാനപൂർണമാകട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. ഏറ്റവും നല്ല റിസൾട്ടിനായി കാത്തിരിക്കാം. കർത്താവ് എല്ലാം ഭംഗിയായി ചെയ്യുന്നവൻ എന്ന് വായിക്കുന്നു. യേശു എല്ലാം ഭംഗിയായി ചെയ്യും. ദൈവത്തിൽ ആശ്രയിക്കാം. നാളെ ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട്, നാളെ വെള്ളിയാഴ്ച രാവിലെ 10:30 കടന്നു വരിക. ഗോഡ് ബ്ലസ് യു. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ
ശീലം